നമസ്കാരം. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളി മൂലമാണ് പിണറായിയുടെ വൃത്തികേടുകളൊന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഗൗരവമായി എടുക്കാത്തത് എന്ന ആരോപണം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ നിഷ്പക്ഷ ജനതയുടെ മനസ്സിൽ പോലുമുണ്ട്. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള SFIO ED അന്വേഷണമടക്കം, അത് ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ഓളം സൃഷ്ടിക്കാൻ, ജനത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഗൗരവത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിൽ ഇടപെടുന്നത് എന്ന സൂചനകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. കരിവന്നൂർ ബാങ്കിലെ സാമ്പത്തിക കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. കരിവന്നൂർ തൻ്റെ വ്യക്തിപരമായ ഒരു വിഷയമായി അവിടുത്തെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഏറ്റെടുക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പോലും കരിവന്നൂരിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി സുരേഷ് ഗോപിക്ക് വോട്ട് തേടി എത്തുന്നത് കരിവന്നൂരിലാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കരിവന്നൂർ CPIMൻ്റെ കള്ളപ്പണ ഇടപാടിൻ്റെ എല്ലാ രഹസ്യ അറകളും പൊളിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് എന്ന സൂചനകൾ ഓരോന്നായി പുറത്തു വരികയാണ്. കരിവന്നൂർ കൊള്ളയുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഇൻകം ടാക്സിന് കൈമാറിയെന്നുമുള്ള വാർത്തകൾ മറുനാടനാണ് ആഴ്ചകൾക്ക് മുമ്പ് നേരത്തെ പുറത്തുവിട്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്ത മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇൻകം ടാക്സുകാരാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടിനെക്കുറിച്ച് മാത്രമുള്ള അന്വേഷണം നടത്തുമ്പോൾ രഹസ്യ അക്കൗണ്ടുകളും ഡിക്ലെയർ ചെയ്യാത്ത സാമ്പത്തിക ഇടപാടുകളുമൊക്കെ ഇൻകം ടാക്സ് അന്വേഷിച്ചു പോകുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് CPIMൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള തൃശ്ശൂർ MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള ഒരു രഹസ്യ അക്കൗണ്ട് മരവിപ്പിച്ചത്. ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏതാണ്ട് 1 കോടിയിലധികം രൂപ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പിൻവലിച്ചിട്ടുണ്ട് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ഏതാണ്ട് 16 കോടി രൂപയുടെ ഇടപാടുകൾ ഈ ബാങ്ക് അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ട്. ഇപ്പോഴും 3 കോടിയിലധികം രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ അവശേഷിക്കുമ്പോഴാണ് മരവിപ്പിക്കൽ നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM ഔദ്യോഗികമായി കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കേണ്ടതുണ്ട്, ഇൻകം ടാക്സ് റിട്ടേണും കൊടുക്കേണ്ടതുണ്ട്. ഈ 2 കണക്കിലും, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്കിലോ ഇൻകം ടാക്സിന് കൊടുത്ത റിട്ടേണിലോ ഈ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് ഒരു സൂചനയുമില്ല. വളരെ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് നികുതി അടയ്ക്കേണ്ടതില്ല, പക്ഷെ അവർക്ക് കിട്ടുന്ന മുഴുവൻ വരുമാനങ്ങളും അവരുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ രഹസ്യമാക്കി വെച്ച ഒരു ബാങ്ക് അക്കൗണ്ടാണ് തൃശ്ശൂരിലെ CPIMൻ്റെ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട്. ഇത്തരത്തിൽ ഏതാണ്ട് 25ഓളം ബാങ്ക് അക്കൗണ്ടുകൾ തൃശ്ശൂരിൽ മാത്രമുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ED കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളും ഇൻകം ടാക്സിന് കൈമാറിയിട്ടുണ്ട്. അവർ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, തൃശ്ശൂരിൽ മാത്രം ഏതാണ്ട് 81 രഹസ്യ അക്കൗണ്ടുകൾ CPIMനുണ്ടെന്നാണ്. ഇതിൽ ഭൂരിപക്ഷം അക്കൗണ്ടുകളും സഹകരണ ബാങ്കുകളിലാണ്. ഈ സഹകരണ ബാങ്കുകളിൽ പാർട്ടി തന്നെ എടുത്തിരിക്കുന്ന ഈ അക്കൗണ്ടുകൾ ആ അർത്ഥത്തിൽ തന്നെ നിയമവിരുദ്ധമാണ്. സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് ബാങ്കുകൾ എന്ന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സഹകരണ സൊസൈറ്റികളാണ്. അതിൽ അംഗങ്ങൾക്ക് മാത്രമേ അക്കൗണ്ട് എടുക്കാൻ കഴിയൂ. അംഗം എന്ന് പറയുന്നത് വ്യക്തിയാവണം. ഒരു വ്യക്തിക്കല്ലാതെ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിക്കല്ലാതെ ഒരു സ്ഥാപനത്തിന് സഹകരണ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സഹകരണ ബാങ്കിൽ അംഗത്വം എടുക്കാനോ അതിൻ്റെ ഭാഗമായി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ തന്നെ അത് നിയമവിരുദ്ധമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, ഈ അക്കൗണ്ട് വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ അല്ലെങ്കിൽ ഇൻകം ടാക്സിലോ ഒരിക്കലും വെളിപ്പെടുത്തില്ല. അത്തരം 81 അക്കൗണ്ടുകൾ തൃശ്ശൂരിൽ മാത്രമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ 81 അക്കൗണ്ടുകളെക്കുറിച്ചും അന്വേഷിക്കാനും അവരുടെ വിശദാംശങ്ങൾ പഠിക്കാനും ശ്രമിക്കുന്നു. ഇതോടെ പാർട്ടിക്ക് വല്ലാത്ത കലിയിളകി. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇന്നലെ പറഞ്ഞത് ഇത് അട്ടിമറിയാണ്, ഗുണ്ടായിസമാണ്, പാർട്ടി അക്കൗണ്ടുകൾ എന്തിനാണ് ഇവർ പരിശോധിക്കുന്നത് എന്നതാണ്. അതായത് ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങളുടെ ബാങ്കിൽ ഞങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു, ഞങ്ങൾ സഖാക്കളോട് പോലും പറയുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇത് അന്വേഷിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത് അറിയുന്നത് എന്ന ചോദ്യമാണ് പാർട്ടി ചോദിക്കുന്നത്. അതായത് എല്ലാ സാമ്പത്തിക ഇടപാടുകളും സുതാര്യമാകണം എന്ന വാദം CPIMനില്ല. അത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ BJPക്ക് മാത്രം ബാധകമായ കാര്യമാണ്. ഞങ്ങൾ സഹകരണ ബാങ്കുകളിലെല്ലാം ഞങ്ങളുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കും, അത് രഹസ്യമാണ്, രഹസ്യ ഇടപാടുകൾ നടത്തും. ഈ രഹസ്യ ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തും എന്ന നിലപാട്
ഈ അക്കൗണ്ടുകളിലൂടെയാണ് CPIM തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. കണക്കിൽപ്പെടാതെ തന്നെ പാർട്ടി പണം പിൻവലിച്ചു കൊണ്ടുപോയി ബൂത്തുകളിലൊക്കെ വിതരണം ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന നിഗമനത്തിലേക്ക് വരുന്നു. എല്ലാ പാർട്ടിക്കാരും പണം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സോഴ്സുകൾ അന്വേഷിക്കേണ്ടതാണ്. CPIM ഇത്തരം രഹസ്യ അക്കൗണ്ടുകളിൽ പണം സൂക്ഷിച്ചിട്ട് ആ പണമാണ് അവർ ബൂത്തുകളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതാണ്ട് 1200 ബൂത്തുകൾ ഒരു ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. കുറഞ്ഞത് 25,000 മുതൽ 50,000 വരെ രൂപ കൊടുത്താൽ മാത്രമേ ഒരു ബൂത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഏതാണ്ട് 6 കോടി 7 കോടി രൂപയാണ് ബൂത്തിൽ മാത്രം വിതരണം ചെയ്യേണ്ട തുക. ഇത്തരത്തിൽ CPIM ബൂത്തിൽ വിതരണം ചെയ്യാനും മറ്റ് കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി നീക്കിവെച്ചിരുന്ന തുകയാണ് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ശേഷം ഈ അക്കൗണ്ടുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ തുക പിൻവലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുന്നത്. അങ്ങനെ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ, അത് കണക്കിൽപ്പെടാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണമാണ്. അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുക്കാൻ കഴിയും. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മാറി മാറി ഇത്തരം കണക്കുകൾ പരിശോധിച്ച് CPIMനെ അടപടലം പൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി ഞാൻ പ്രേക്ഷകരോട് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഇതിന് തുടർച്ച തന്നെയാണ്, ഇതുവരെ പുറം ലോകം അറിയാത്തൊരു കാര്യമാണ്. ഈ വരുന്ന 23, 24, 25 തീയതികളിൽ, അതായത് ഏപ്രിൽ മാസം 23, 24, 25 തീയതികൾ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 3 ദിവസം CPIM റോഡ് ബ്ലോക്ക് നടത്തിയിരിക്കുകയാണ്. റോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രയോഗമാണ്. അതായത് സകല പത്രങ്ങളിലും സകല ചാനലുകളിലും മുഴുവൻ പരസ്യങ്ങളും ഏതെങ്കിലും ഒരു കക്ഷി ഏറ്റെടുക്കുന്നതാണ് റോഡ് ബ്ലോക്ക്. ആ സമയത്ത് മറ്റു പാർട്ടിക്കാർക്കാർക്കും പരസ്യം ചെയ്യാൻ കഴിയില്ല. ഈ 3 ദിവസങ്ങളിലും നേരത്തെ തന്നെ CPIM റോഡ് ബ്ലോക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൽ അന്തിമ തീരുമാനമാവാത്തത് ഏഷ്യാനെറ്റ് മാത്രമാണ്. ഏഷ്യാനെറ്റ് പറഞ്ഞിരിക്കുന്ന 2 മണിക്കൂറിൽ കൂടുതൽ നൽകില്ല. ഒരു ദിവസം 2 മണിക്കൂറേ പരമാവധി നൽകൂ, അതിനപ്പുറത്തേക്ക് നൽകാൻ കഴിയില്ല. മറ്റ് പാർട്ടിക്കാരുടെയും പരസ്യം കൊടുക്കേണ്ടി വരും എന്ന് ഏഷ്യാനെറ്റ് പറയുന്നു. അതിന് പേരിൽ നെഗോഷിയേഷൻ നടന്നുകൊണ്ടുവരുന്നു. അതായത് CPIM കൂടുതൽ തുക കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഈ റോഡ് ബ്ലോക്ക് നടത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പരസ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ആ ദിവസങ്ങളിൽ കേരളത്തിൽ CPIMനെ കുറിച്ച് മാത്രം ചർച്ച ഉണ്ടാക്കുന്ന ഒരു രീതി CPIM തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ആവശ്യം വരും. ഈ പണമൊക്കെ CPIMന് ഇത്തരം രഹസ്യ അക്കൗണ്ടുകളിൽ നിന്നും മാറപ്പെടും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴത് പ്രതിസന്ധിയിലാണ്. ഈ ഒരു റോഡ് ബ്ലോക്കിൻ്റെ തീരുമാനമായി മുമ്പോട്ട് പോകുമ്പോഴാണ്, അതിനുള്ള ബുക്കിംഗ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ പുറകെ നടക്കുന്നതും CPIMന് പേടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ റോഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ അതിനുണ്ടാകുന്ന ചെലവ് കണ്ടെത്താൻ പ്രയാസമില്ല. പലപ്പോഴും കണക്കിൽ കുറച്ചായിരിക്കും തുക കാണിക്കുന്നത്. ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ പോലും കണക്കിൽ കുറച്ചായിരിക്കും കാണിക്കുന്നത്, കള്ളപ്പണമായിരിക്കും ഇടപാട് നടത്തുന്നത്. എങ്കിൽ പോലും ഈ കാണിക്കുന്ന തുകകൾ എവിടെ നിന്നും വന്നു, എങ്ങനെ കിട്ടി എന്ന് മാധ്യമങ്ങളിൽ നിന്നും ശേഖരിക്കാൻ കഴിയും. അതൊരു പക്ഷേ CPIMൻ്റെ കള്ളപ്പണ ഇടപാടുകൾക്ക് കൂടുതൽ ഊർജ്ജം നൽകാൻ കാരണമായെന്ന് വരാം. അതുകൊണ്ട് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. നേരത്തെ തന്നെ തീരുമാനിച്ച ഈ റോഡ് ബ്ലോക്കുകൾ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. വാസ്തവത്തിൽ സംസ്ഥാന വ്യാപകമായി CPIM സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്ന, അതിന് ഓർഡർ കൊടുത്തിരുന്ന ഹോർഡിങ്സുകൾ പലതും ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. വലിയ തോതിൽ ഡിസൈൻ ചെയ്ത് ഹോർഡിങ്സുകളുടെ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഓർഡറുകളെല്ലാം CPIM റദ്ദ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഈ ഒരുപക്ഷെ അന്വേഷണമാണോ, ഈ അന്വേഷണം അവിടേക്ക് എത്തുമോ എന്ന് ഭയന്നുകൊണ്ടാണോ, അതോ റോഡ് ബ്ലോക്കിലേക്ക് ഫണ്ട് നീക്കുന്നത് കൊണ്ട് വേണ്ടത് വെച്ചാണെന്ന് അറിയില്ല. പക്ഷേ CPIM വ്യാപകമായി പല ഹോർഡിങ്സുകളും റദ്ദ് ചെയ്തിട്ടുണ്ട്. CPIM വലിയ തോതിൽ ഹോർഡിങ്സുകൾക്ക് ബുക്ക് ചെയ്തിരുന്നു, അതിന് നിർമ്മാണം തുടങ്ങിയിരുന്നു. ആ ഹോർഡിങ്സുകൾ എല്ലാം, 2ാം ഘട്ടത്തിലെ ഹോർഡിങ്സുകളൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന രഹസ്യ റിപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ CPIM വലിയ തോതിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് അത് ഇൻകം ടാക്സിനെ പേടിച്ചാണോ അതോ അതിനെ അട്ടിമറിക്കാനാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും CPIM എന്ന രാഷ്ട്രീയ പാർട്ടി വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടത്തുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ കള്ളപ്പണ ഇടപാടിൻ്റെ വിശദാംശങ്ങളെല്ലാം തപ്പിയെടുത്ത് അടപടലം പൂട്ടിക്കെട്ടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളും തീരുമാനിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടേതായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് CPIMനെ സംബന്ധിച്ച് നിർണായകമാണ്. അവർക്ക് 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പദവി നിലനിർത്തുകയോ അല്ലെങ്കിൽ 11 സീറ്റുകൾ നേടുകയോ അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 6% വോട്ട് നേടുകയോ ചെയ്താൽ മാത്രമേ അവരുടെ ദേശീയ പാർട്ടി പദവി നിലനിൽക്കൂ, അല്ലെങ്കിൽ അവരുടെ ചിഹ്നം നഷ്ടപ്പെടും. അതിനുവേണ്ടി അവർ വിയർപ്പൊഴുക്കുമ്പോഴാണ് ഇങ്ങനെയൊരു അന്വേഷണം ആരംഭിച്ചതും CPIMനെ അടപടലം പൂട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതും.